നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ബി.ജെ.പി. കടക്കുന്നുവെന്ന വാർത്ത ജനുവരി അവസാനത്തോടെ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഷൻ 2026 പ്രഖ്യാപിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് വി. മുരളീധരൻ, വട്ടിയൂർക്കാവിൽ ആർ. ശ്രീലേഖ എന്നിവർ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിവരം ലഭിക്കുന്നു. എസ്കേൻ, ഗുഡ് മോർണിംഗ്. എസ്കേൻ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സംസ്ഥാനത്ത് ഉദ്ദേശിച്ച ഒരു വോട്ട് ശതമാനം അത് 25% മുകളിലാണ്. അങ്ങനെ ഒരു നിർദ്ദേശമാണ് അമിത്ഷാ കൊടുത്തത്. പക്ഷേ അതിന് വളരെ കുറവാണ് ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് ലഭിച്ചത്. 14.72% ബി.ജെ.പിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെമ്പാടുമായി ലഭിച്ച വോട്ട് ഷെയർ. പക്ഷേ ബി.ജെ.പി 36ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്ന് അവരുടെ വോട്ട് കണക്ക് തെളിയിക്കുന്നുണ്ട്. ആ തരത്തിലാണ് അവരുടെ വിലയിരുത്തലും. മിഷൻ 2026 മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. ഭരണം പിടിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി ഇവിടെ എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് ജനുവരി അവസാന വാരത്തോടുകൂടെ പ്രധാനമന്ത്രി എത്തിക്കാനാണ് നീക്കം നടക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വികസന രേഖ അത് പ്രധാനമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്യും. ആ പരിപാടിയിൽ തന്നെ മിഷൻ 2026 പ്രഖ്യാപിക്കാനുമാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. അതായത് പ്രധാനപ്പെട്ട സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിലേക്ക് കടക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 36ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ആ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. 7 മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് 40,000-ന് മുകളിലാണ് വോട്ട്. നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, മലമ്പുഴ, കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലാണ് 40,000-ന് മുകളിൽ വോട്ട് ബി.ജെ.പി. നേടിയത്. ഇതിൽ തന്നെ നേമം, കാട്ടാക്കട, മലമ്പുഴ, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ 45,000-ന് മുകളിലാണ് വോട്ട്. 49,000 ശിഷ്ടം വോട്ടാണ് നേമം മണ്ഡലത്തിൽ മാത്രം ബി.ജെ.പി. നേടിയിട്ടുള്ളത്. അവിടെ ഒന്നാം സ്ഥാനത്ത് ബി.ജെ.പി. എത്തുകയും ചെയ്തു. വട്ടിയൂർക്കാവ്, ചിറയിൻകീഴ്, തിരുവനന്തപുരം, ചാത്തന്നൂർ, കൊട്ടാരക്കര, മാവേലിക്കര, അരൂർ, പുതുക്കാട്, നാട്ടിക, കൊടുങ്ങല്ലൂർ, ഒറ്റപ്പാലം, പാലക്കാട് എന്നിങ്ങനെ 12 മണ്ഡലങ്ങളിൽ 35,000-ന് 40,000-നും ഇടയിലാണ് ബി.ജെ.പിയുടെ വോട്ട്. സമാനമായി തന്നെ മറ്റിടങ്ങളിലും 30,000-ന് മുകളിൽ വോട്ട് നേടിയ അല്ലെങ്കിൽ 30,000 മുതൽ 35,000 മുതൽ വോട്ട് നേടിയ മറ്റു മണ്ഡലങ്ങളുമുണ്ട്. ഈ മണ്ഡലങ്ങളിൽ കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഒപ്പം നേതാക്കൾ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുമതല നൽകിയ നേതാക്കൾ ആ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനവും ബി.ജെ.പി. കൈക്കൊണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നേമത്ത് താൻ തന്നെ മത്സരിക്കുമെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു. കഴക്കൂട്ടത്ത് വി. മുരളീധരൻ, കാട്ടാക്കട പി.കെ. കൃഷ്ണദാസ്, വട്ടിയൂർക്കാവ് ആർ. ശ്രീലേഖ, തിരുവല്ലയിൽ അനൂപ് ആന്റണി തുടങ്ങി ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ആ തരത്തിൽ തന്നെ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുകയും ചെയ്യും. എന്നാണെങ്കിലും പ്രധാനമന്ത്രി എത്തുന്നു. ബി.ജെ.പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിലേക്ക് കടക്കുന്നു. മിഷൻ 2026 നരേന്ദ്രമോദി